ഈ ഉച്ചഭക്ഷണ കുടിശ്ശിക തുടരുമ്പോഴും PTA സഹകരണത്തോടെ മെനു അനുസരിച്ചുള്ള ഭക്ഷണം കുട്ടികൾക്ക് നൽകുന്നുണ്ട് കോഴിക്കോട് കിണാശ്ശേരി ഗവൺമെന്റ് LP സ്കൂള്. പാചകത്തിനുള്ള സാധനങ്ങൾ കടമായി നൽകാൻ PTA വ്യാപാരികളുമായി നടത്തിയ ഇടപെടലാണ് ഗുണം കണ്ടത്. എന്നാലും തുക കൃത്യസമയത്ത് അനുവദിച്ചു കിട്ടണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പ്രധാന അധ്യാപിക അനില. കേൾക്കാം. സംസ്ഥാനത്തെ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി അത് എവിടെയാണ് എത്തി നിൽക്കുന്നത്? അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പ്രധാന അധ്യാപകരൊക്കെ ചില പരാതികളും പരിഭവങ്ങളും പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 3 മാസമായി കുടിശ്ശികയാണ് അവർക്ക് കിട്ടേണ്ട തുക എന്നുള്ളതാണ്. ചില അധ്യാപകരൊക്കെ കടക്കണിയിലേക്ക് അടക്കം പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട്ടെ ഗവൺമെൻറ് പ്രൈമറി സ്കൂളിലാണ്, കിണാശ്ശേരിയിലാണ്. ഇവിടെ ഇവരിപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. എന്താ ചോറുണ്ടോ? വേറെ എന്താ ഉള്ളേ? മുട്ടക്കറിയുണ്ട്, ചമ്മന്തിയുണ്ട്, ഉപ്പേരിയുണ്ട്. അടിപൊളിയാണല്ലേ? എല്ലാ ദിവസവും നല്ല ഭക്ഷണമാണ്. ബിരിയാണി ഒക്കെ കിട്ടാറുണ്ടോ? ഉണ്ട്. ടീച്ചറെ, പരിമിതികളുണ്ട് എങ്കിൽ പോലും നിങ്ങൾ ഗംഭീരമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നിലവിലൊരു അവസ്ഥ എന്താണ്? 3 മാസമായിട്ടുള്ള കുടിശ്ശികയാണോ? 3 മാസമായിട്ട് കുടിശ്ശികയാണ്. നമ്മളെ സംബന്ധിച്ചോളം, ഈ വിദ്യാലയത്തെ സംബന്ധിച്ചോളം PTAs വളരെ സജീവമായുള്ള ഒരു സഹകരണം ആണ്. PTA തന്നെയാണ് ഈ മസാല സാധനങ്ങളും പച്ചക്കറികളും ഒക്കെ തരുന്ന കടകൾ. ഇവിടെ തന്നെ കിണാശ്ശേരിയുള്ള കടകളാണ്. അവർ നമുക്കിവിടെ എത്തിച്ചു തരും. ഗവൺമെൻറ് ഫണ്ട് തരുമ്പോൾ നമുക്കത് തിരിച്ച് കൊടുക്കും. ആ രീതിയിലാണ് പോകുന്നത്. കിട്ടുന്ന ഫണ്ട് കൊണ്ട് മെച്ചമായിട്ട് രീതിയിൽ കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. മെനു കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല. പക്ഷേ യഥാസമയം ഫണ്ട് കിട്ടുക എന്നുള്ള ഒരു പ്രശ്നമേ. അതിപ്പം നമ്മൾ സഹകരണം, PTA സഹകരണവും കടക്കാരങ്ങനെ സഹകരിക്കുന്നതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുന്നതിൽ ബുദ്ധിമുട്ടില്ല. ഇവിടെ നല്ല രീതിയിൽ കൊടുത്തു വരുന്നുണ്ട്. ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ നമ്മൾ ഇതിൻ്റെ പ്രധാന അധ്യാപകരുടെ സംഘടനയൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ ചിലയിടങ്ങളിൽ പൊതു പങ്കാളിത്തത്തോടു കൂടി ഇത് എങ്ങനെ സാധ്യമാക്കാം, ഭംഗിയായി കൊണ്ടുപോകാം എന്നുള്ള ആലോചന വേണമെന്നൊക്കെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അടക്കം നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ കുട്ടികളൊക്കെ കുറവുള്ള പ്രൈമറി സ്കൂളുകളെ സംബന്ധിച്ച് ഭാരിച്ച ഉത്തരവാദിത്തമായിട്ട് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ചില അധ്യാപകർക്കൊക്കെ 7.5 ലക്ഷം വരെയൊക്കെ കടബാധ്യത വരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഒരു തരത്തിൽ പോലും കുറവ് വരുത്താതിരിക്കാനുള്ള ശ്രമങ്ങൾ അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ട് എന്നുള്ളതാണ്. അതിനൊരു ഉദാഹരണവും കൂടിയാണ് നമുക്ക് കോഴിക്കോട് നിന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത്. ഇത്തരത്തിൽ മെനു കൃത്യമായി പാലിക്കാൻ കഴിയുന്ന ചില സ്കൂളുകളുണ്ട്. എന്നാൽ അതേസമയം തന്നെ പൂർണ്ണമായും മെനു പാലിക്കാൻ കഴിയാതെ പോകുന്ന, ഇത്തരത്തിൽ ബാധ്യതയിലേക്ക് പോകുന്ന ഇടങ്ങളുമുണ്ട്. ആ കാര്യത്തിൽ അടിയന്തരമായ ഇടപെടൽ വേണമെന്നുള്ളതാണ് അധ്യാപകരുടെയൊക്കെ ആവശ്യം. കൃത്യമായി തുക കൃത്യമായ സമയത്ത് അനുവദിച്ചാൽ മാത്രമേ ഭംഗിയായി ഈ ഏറ്റവും നല്ല പദ്ധതി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പോഷകാഹാര സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കുട്ടികളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവുകയുമുള്ളൂ. അപ്പോൾ ഇപ്പൊ കണ്ടത് ഒരു നല്ല കാഴ്ച തന്നെയാണ്. ആ കുട്ടികളുടെ സന്തോഷം കാണുമ്പോൾ മുട്ടക്കറിയും ചമ്മന്തിയും പപ്പടവും ബിരിയാണിയും ഒക്കെ കിട്ടുമ്പോഴുള്ള അവരുടെ സന്തോഷം മറ്റൊന്നാണ്. ഈ പദ്ധതികളെ കുറിച്ചൊക്കെ അവർക്കും അറിയാം.